ഹലോ. അപ്പത്തേക്കിന് സൺഡേ ആയിട്ട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മി പറഞ്ഞത് എന്നാ നമുക്ക് മണപ്പുറത്ത് പോകുന്നു. അപ്പൊ തന്നെ നമ്മൾ വേഗം മണപ്പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് ഞാനും സ്റ്റെജിനും മമ്മിയും കുഞ്ഞാവൊക്കെ കൂടിയാണ് പോയത്. പപ്പ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ലുവാന ആദ്യമായിട്ട് മണപ്പുറമൊക്കെ കാണാൻ പോകണേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കൊല്ലം നമ്മൾ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുവാനയുടെ വൈകിട്ടുണ്ടായിരുന്ന കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. തിരക്കായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സൺഡേ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവരിത് ഇങ്ങനെ ഒരു മാറ്റ് താഴ്ത്തിട്ടേക്കണ കാരണം പൊടിയുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ മണപ്പുറത്ത് പോയതിന്റെ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ആ ഡോം തിയേറ്ററിലൊന്നും കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം ഇൻസ്റ്റയിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കോഴിക്കോടൻ ഹൽവയും മിഠായും കാര്യങ്ങളും അതുപോലെ തന്നെ പാലക്കാടും പപ്പടത്തിന്റെ പല വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റാൾ മൊത്തം അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോസ് എടുക്കണേട്ടാ. നമ്മൾ കാണാത്ത കുറെ ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നേ. അപ്പൊ ഈ മിഠായികളൊക്കെ കണ്ടാൽ നല്ല രസമില്ലേ കാണാൻ. അതിന്റെയൊക്കെ ഒരു ഡിസൈൻ ഒക്കെ നോക്കി. അപ്പൊ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. അവിടേക്ക് കുറെ ഉണ്ട്. ഞാൻ എല്ലാത്തിനും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്റ്റാൾ മുഴുവനും അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നേ. പണ്ട് നമ്മൾ എപ്പോഴും മണപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് മറ്റേ കളർഫുൾ ആയിട്ടുള്ള ഒരു മിഠായി ചോക്ക് മിഠായിന് എന്തുവാണ് അതിനെ പറയണത്, അത് മേടിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെ സാധനം ഒന്നും കാണാനില്ല. പിന്നെ അവിടെ കുറെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, പല വെറൈറ്റി. അത് കഴിഞ്ഞ് നമ്മളിതേ പാവഭജി കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ടാ. പക്ഷെ ഇത് എന്തായാലും കൊള്ളിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും മേടിച്ചതല്ലേന്ന് വെച്ചിട്ട് അത് കഴിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്പയും അമ്മയും സോനുവൊക്കെ മണപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ജസ്റ്റ് നാലേക്ക് വന്നതായിരുന്നു. അപ്പോഴേ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് മണപ്പുറത്തേക്ക് വന്നിട്ടാ. പണ്ട് മണപ്പുറത്ത് വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഒരു ഏരിയ തന്നെ ഉണ്ടാവും. പണ്ട് നമ്മൾ മണപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെടിയൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം മണപ്പുറത്ത് അങ്ങനെ ചെടികളൊന്നും ഇല്ല. അപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യം കയറിയത്. ഇതാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ ഡോം തിയേറ്ററിന്റെ. പക്ഷെ ഇതല്ലായിരുന്നു. അതിനും 100 റുപ്പീസ് തന്നെയായിരുന്നു. പിന്നെ ഡോം തിയേറ്റർ അത്ര വലിയ സുഖമൊന്നുമില്ല. എന്നാലും ഒരു പ്രാവശ്യമൊക്കെ കാണാട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ലുവാൻകുട്ടനെ ഇഷ്ടപ്പെടുന്ന ഓർത്താണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയത്. പക്ഷെ അവൻ അവിടെ കയറിയപ്പോഴേക്ക് കരച്ചിൽ തുടങ്ങിയിട്ടാ. പിന്നെ സ്റ്റേജിന് അവനായിട്ട് പുറത്തിറങ്ങിയത്. ഞാനും അമ്മയും അതൊക്കെ കണ്ടിട്ടാണ് പുറത്തിറങ്ങിയത്. പിന്നെ കുറച്ചുകൂടി കൂടി നമ്മൾ അവിടേക്ക് നടന്നിട്ട് നമ്മൾ ആലുവയിൽ ജ്യൂസ് ചെയ്യുന്ന ഒരു ഓറഞ്ച് സോഡയൊക്കെ കുടിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഓറഞ്ച് സോഡ ട്രൈ ചെയ്യാൻ. നല്ല സൂപ്പർ ആയിരുന്നേ. അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ അത്രേ ഉള്ളൂ.